ഇവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. വാവ്, ഇസ് വെരി ബ്യൂട്ടിഫുൾ. മേ ഐ കമിൻ സർ? യെസ്, കമ്മിങ്. ആ ഉത്തരം കേട്ട് അവൾ അകത്ത് കയറി. അവൾ കുറച്ച് പേപ്പേഴ്സ് അയാൾക്ക് നേരെ നീട്ടി. ഓ, ന്യൂ സ്റ്റുഡൻ്റ് ആണല്ലേ? കാർത്തിക. സബ്ജക്റ്റ് PG. ഓക്കെ, താൻ ക്ലാസ്സിൽ കയറിക്കോളൂ. താങ്ക് യു സർ. അതും പറഞ്ഞ് അവൾ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ക്ലാസ് എവിടെയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? പെട്ടെന്ന് രണ്ടു കൈകൾ അവളെ വലിച്ച് പുറകിലോട്ട് തള്ളിയിടുന്നു. എന്നാൽ സുരക്ഷിതമായ രണ്ടു കൈകളിലാണ് അവൾ ചെന്ന് വീണത്. പെട്ടെന്നുണ്ടായ ഷോക്ക് കാരണം അവൾ തൻ്റെ കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു. പതിയെ അവൾ അവളുടെ കണ്ണുകൾ തുറന്നു. താനിതെവിടെ നോക്കിയാടോ നടക്കുന്നേ? താൻ ഒരാൾ കാരണാ അവനെനിക്ക് മിസ്സായത്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഓ, ഇനി എന്ത് ചെയ്യാനാ? ചെയ്തതൊന്നും പോരെ. ഡാ എബി, ഇങ്ങ് വന്നേ. ദാ വരുന്നു. ഇനിയെങ്കിലും താഴെ നോക്കി നടക്ക് പെണ്ണേ. അതും പറഞ്ഞ് അവൻ പോകുന്നു. അങ്ങനെ ഒരുവിധം അവൾ ക്ലാസ് കണ്ടുപിടിച്ചു. അപ്പോഴാണ് കയ്യിലെന്തോ കുടുങ്ങിയതായി അവൾ ശ്രദ്ധിക്കുന്നത്. ഇതെന്താ? ഇത് ഹലോ, ഇന്നാണല്ലേ വന്നേ? ആ, ഞാൻ കാർത്തിക. തൻ്റെ പേര്? എൻ്റെ പേര് മീര. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. തന്നെ കണ്ടപ്പോൾ ഇതൊരു ഫ്രണ്ട്സ് ഒന്നും ആയില്ലെന്ന് തോന്നി, അതാ വന്നേ. ഫ്രണ്ട്സ്? ഞാനും ഒറ്റയ്ക്കായിരുന്നു. യാ ഷുവർ, ഫ്രണ്ട്സ്. കുറച്ച് സമയത്തിന് ശേഷം. ഡോ, വാ നമുക്കൊന്ന് പുറത്തിറങ്ങാം. ആ, അതാ വരുന്നു. എന്താ അവിടെ ഒരു ആൾക്കൂട്ടം? ആ, എനിക്കറിയില്ല, വാ പോയി നോക്കാം. അങ്ങനെ അവർ അവിടേക്ക് ചെല്ലുന്നു. അതെ, ഇവിടെ എന്താ? അതോ, നമ്മുടെ സീനിയറില്ലേ എബിച്ചേട്ടൻ, ആ ചേട്ടൻ്റെ ഫുട്ബോൾ മാച്ച് സ്റ്റേറ്റിൽ ഫസ്റ്റ് പ്രൈസാ, അതിൻ്റെ ആഘോഷാ. ഓ, അതായിരുന്നോ? എന്താടി? ഓ, അതിവിടെ പതിവാടി. ഈ എബിൻ നമ്മുടെ സീനിയറാണ്. ആളിവിടുത്തെ കോളേജ് ചെയർമാനും കൂടിയാ. ഇവിടുത്തെ ഒരു ചോക്ലേറ്റ് ബോയ് എന്ന് തന്നെ പറയാം. പക്ഷേ ഇതുവരെ ആർക്കും പിടികൊടുത്തിട്ടില്ല. അയ്യോ, നീ വന്നേ, ക്ലാസ്സിൽ കയറാം. ആടി പോവാം. പെട്ടെന്ന് അവൾ ഒരാളുമായി കൂട്ടിയോടിക്കുന്നു. സോറി. താൻ എവിടെ പോയാലും ഉണ്ടല്ലോ, തനിക്കെന്താടെ കണ്ണില്ലേ? ഓരോന്ന് കെട്ടുഒരുങ്ങി വന്നോളൂ. സോറി ചേട്ടാ, അവൾ അറിയാതെ. ചെല്ല്. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം. ഡേബി, നീ എവിടെ പോയാലും ഇവളുണ്ടല്ലോ നിന്റെ കൂടെ. ആര്? ദേ നിൽക്കുന്നു. ശരിയാ, ഞാനും കുറേയായി ശ്രദ്ധിക്കുന്നു. ഇത് നിർത്തിയിട്ട് തന്നെ കാര്യം. ദൈവമേ, ഇങ്ങോട്ടാണല്ലോ വരുന്നേ, മാറിയേക്കാം. ഡി, അവിടെ നിന്നേ. നീ എന്താടി? ഞാൻ എവിടെ പോയാലും അവിടെയൊക്കെ ഉണ്ടല്ലോ. നിനക്ക് എന്താ വേണ്ടേ? അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല? ഇതാ പെണ്ണെ, നിർത്തിയേക്കണം. നിന്നെ ഞാനിനി കണ്ടാണ്ടല്ലോ. പോയി ക്ലാസ്സിക്ക്. അവളൊന്നും മിണ്ടാതെ പതിയെ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് മുന്നിൽ ആരോ തടഞ്ഞു. നീയൊന്നവിടെ നിന്നേ. എന്താടി നിന്റെ ഉദ്ദേശം? ഒരു കാര്യം പറഞ്ഞേക്കാം എബി, അവൻ എൻ്റെയാ. അവനങ്ങ് മറന്നേക്ക്, ഇല്ലെങ്കിൽ ഈ ആരെയാണെന്ന് നീ അറിയും എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. ഡി, അവളെന്താ നിന്നോട് പറഞ്ഞേ? ആ, എനിക്കറിയില്ല. ആ, എന്തേലാവട്ടെ, നീ വന്നേ. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞു. എബിൻ്റെ കൂടെ തന്നെ കാർത്തിക ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ എബി അവൾ ഒരുപാട് ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഡാ, നീ എന്തിനാടാ അതിനെങ്ങനെ ചീത്ത പറയുന്നേ? പാവം, നീ എന്തു പറഞ്ഞാലും അതൊന്നും മിണ്ടില്ല. എനിക്കെന്തോ അവളെ കാണുമ്പോൾ അങ്ങ് ചൊറിഞ്ഞു കയറും. ആ, അത് വിട്. എടി ആര്യ, ഈ പെണ്ണ് ഏതു നേരവും എബിൻ്റെ പുറകിലാണല്ലോ. അതങ്ങ് എന്നേക്കുമായി നിർത്തുന്നതാവും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോ. എന്ത് ചിലപ്പോ? അവൾക്കുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം. ഇതെന്താ കത്തോ? ഇതാരാ ഇവിടെ കൊടുന്ന് വെച്ചേ? അവൻ അതെടുത്ത് വായിക്കാൻ തുടങ്ങി. ഐ ലവ് യു എബി. വാട്ട്? ഇതാരിത്? സാരില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. ഡാ എബി, ഇത് നിന്റെ പേരിൽ കൊറിയർ വന്നതാ. എനിക്കോ? അവൻ അത് വാങ്ങി പൊട്ടിച്ചു നോക്കി. ഒരു ഫ്ലവർ, അതിൽ ലവ് യു എന്ന് ലേബിൾ ചെയ്തിരിക്കുന്നു. ഇതാര തന്നേ? അത് ഞാനും ചോദിച്ചു, പക്ഷേ ആൾക്കറിയില്ലെന്നാ പറഞ്ഞേ. അങ്ങനെ 2 ദിവസങ്ങൾക്കായി എബിക്ക് ഒരുപാട് ഫ്ലവേഴ്സ്, കാർഡ്സ്, ചോക്ലേറ്റ് കിട്ടാൻ തുടങ്ങി. പക്ഷേ ആരാണെന്ന് മാത്രം അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അടുത്തൊരു ദിവസം. ഏയ് കാർത്തിക, താനൊരു ഹെൽപ്പ് ചെയ്യൂ. എന്താ? ഇത് എബിക്കൊന്ന് കൊടുക്കുമോ? എബിക്കോ? അത് അത് ശരിയാവില്ല. എന്നെ കണ്ടാൽ എന്നോട് ദേഷ്യപ്പെടും. ഇത് താൻ തന്നെ കൊടുത്തോ. ഏയ്, താൻ പേടിക്കണ്ട. ഇത് കൊടുത്തിട്ട് ഞാൻ തന്നതാന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു അത്യാവശ്യമായതുകൊണ്ടാടോ. പ്ലീസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എന്നാ ഞാൻ കൊടുക്കാം. പിന്നെ ഇത് താൻ തുറക്കരുത്.
ഇല്ല എന്നും പറഞ്ഞ് കാർത്തിക എബിൻ്റെ അടുത്തേക്ക് പോകുന്നു. യെസ്, ഈ ട്രാപ്പിൽ നീ വീഴും മോളെ. ഞാൻ തന്നെ കൊടുക്കണോ? എന്നോട് ദേഷ്യപ്പെട്ടാലോ? എന്തായാലും കൊടുത്തേക്കാം, ഇമ്പോർട്ടൻ്റ് ആണെന്നല്ലേ പറഞ്ഞ്. എബി. എന്താ? അവൾ ആ കത്ത് അവന് നേരെ നീട്ടി. അവൻ അത് എടുത്ത് വായിച്ചു. അപ്പോൾ ഇതൊക്കെ നിന്റെ പണിയായിരുന്നല്ലേ? അതിന് ഞാനെന്താ ചെയ്തേ? ഓ, ഇനിയൊന്നും നീ അറിഞ്ഞിട്ടുണ്ടാവില്ല. നിന്റെ വേഷം കൊട്ടൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. മൈൻഡ് ഇറ്റ്. ഇനി എൻ്റെ കൺമുന്നിൽ വണ്ടുപോവരുത്, ഇഡിയറ്റ് എന്നും പറഞ്ഞ് എബി ആ കത്ത് അവൾക്ക് നേരെ എറിഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അവൾ നിറഞ്ഞ കണ്ണുകളിലൂടെ അതെടുത്ത് വായിച്ചു. അത് കണ്ടതും അവൾ ഒരു നിമിഷം ഷോക്കായി. അതിൽ ഐ ലവ് യു, വിൽ യു മാരി മീ എന്നായിരുന്നു എഴുതിയിരുന്നത്. അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം വന്നു. ഏയ് കാത്തു, നിനക്കെന്താ പറ്റിയേ? അയ്യോ, നിന്നാരാ അടിച്ചേ? എന്നാൽ അവളൊന്നും മിണ്ടിയില്ല. എന്നാൽ അടുത്ത ദിവസം അവളെ സ്വീകരിക്കാൻ കോളേജിൽ ഒരുപാട് സ്വീകരണങ്ങളുണ്ടായിരുന്നു. കാണുന്നവരെല്ലാം അവളെ പരിഹസിക്കാൻ തുടങ്ങി. അവൾ ആർക്കും ഒന്നും മുഖം കൊടുത്തില്ല. എന്നാൽ അതിൻ്റെ ഇടയിലാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ചുമരിൽ എന്തോ രണ്ടുപേരുടെ ചിത്രവും കുറച്ച് കമൻസ്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അതിലൊരാൾ അവളാണെന്ന് മനസ്സിലായത്. മറ്റേത് ചെയ്യാത്ത കുറ്റത്തിന് അവളെ പഴി പറയുന്ന ആളാണെന്നും. അവൾ പതിയെ അക്ഷരങ്ങളിലേക്ക് കണ്ണോടിച്ചു. എന്തൊക്കെയോ അനാവശ്യമായ വാക്കുകൾ അവൾക്ക് കാണാൻ കഴിഞ്ഞു. ബാക്കിയുള്ളത് കാണാൻ അവൾക്ക് സാധിച്ചില്ല. കാരണം അപ്പോഴത്തേനും അവൾക്ക് ചുറ്റും ആൾക്കാർ കൂടിയിരുന്നു. പുറകിലൂടെ ആരോ വരുന്നതായി അവൾക്ക് തോന്നി. അവൾ തിരിഞ്ഞില്ല, മുന്നോട്ടായി ചുവടുവെച്ചു. ഡി. ആ ശബ്ദം കേട്ടതും അവളൊന്ന് ഭയപ്പെട്ടു. ശരീരം വല്ലാതെ വിറക്കാൻ തുടങ്ങി. അവൾ അവിടെ നിശ്ചലമായി. നിനക്ക് എത്ര കിട്ടിയാലും പോരെ? നിന്നോട് പറഞ്ഞു പറഞ്ഞ് എനിക്ക് നാണമില്ലാതായി. നീയൊക്കെ ഒരു പെണ്ണാണോ? നിന്റെ ആവശ്യമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. അതിന് വേറെ ഒരുപാട് പേരുണ്ട്. അവരടുത്ത് പോയാൽ ചിലപ്പോൾ നിനക്ക് കിട്ടേണ്ടത് കിട്ടിയെന്ന് വരും. പക്ഷേ ആ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട. അതിന് നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ പാരൻസ് എങ്ങനെയായിരുന്നെന്ന് ആർക്കറിയാം? ശരിക്കുള്ള തന്തയ്ക്കുണ്ടായതാണെന്ന്. ഡി. ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ഇതുവരെ ഞാനൊന്നും മിണ്ടാഞ്ഞത് എനിക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. എന്നും കരുതി എൻ്റെ തലയിൽ കയറി നീ ചവിട്ടാന്ന് വിചാരിക്കരുത്. ഭൂമിയോളം താഴ്ന്നാ ഞാൻ നിൽക്കുന്നേ. ഇനിയും എന്നെ അടിച്ചമർത്താനാണെന്ന് ഉദ്ദേശമെങ്കിൽ നിനക്ക് നിൽക്കാതെ എൻ്റെ ജീവിതം ഞാൻ തന്നെ ഉപേക്ഷിക്കും. കാരണം നിന്നെ എതിർക്കാനുള്ള ശക്തി എനിക്കില്ല. അതിനെനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ ജീവനോളം സ്നേഹിക്കുന്നവർ, അത് അവരെ ആലോചിച്ചാൽ എനിക്കത് പറ്റില്ല. ഞാനിത് ആരോടാ പറയുന്നേ? അതിന് നല്ലൊരു മനസ്സുണ്ടായാലല്ലേ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ, അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയൂ. അറിഞ്ഞോ അറിയാതെയും ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ശരിയാ, ഒരു നിഴല് പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് എന്തെന്നറിയില്ല. ബാക്കി പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ മുന്നോട്ട് നടന്നു. ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു ഡയറിയും കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. ഇല്ല, എനിക്ക് പറ്റില്ല. ആ സ്നേഹം ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു. എനിക്കത് കിട്ടില്ല. ഞാൻ തോറ്റുപോയി. വീണ്ടും വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി. പെട്ടെന്ന് ആരോ അവളെ പുറകിൽ നിന്നും തലക്കടിച്ചു. മുമ്പിൽ വന്ന മുഖം അവൾക്ക് അത്ര വ്യക്തമായില്ല. എന്നാൽ അവൾ പറയുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടി എബി എനിക്കുള്ളതാണെന്ന്. നീ അത് കേട്ടില്ല. ഇപ്പം എന്തായി? ഈ ലോകത്ത് അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാ. അതിന് കാരണം ഞാനും. പിന്നെ ഒന്നും അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ബോധം പോയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൾ കണ്ണോർന്നു. മുമ്പിലായി മേരി ഇരിക്കുന്നുണ്ട്. അതിനടുത്ത് എവിടെയോ തട്ടിയും മുട്ടിയും കണ്ട ഒരു പരിചിതമുള്ള മുഖം. അതെ, എബിയുടെ ഫ്രണ്ട് അക്ഷയ്. കാത്തു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിന്നെ ആരാ അടിച്ചേ? അവളൊന്നും മിണ്ടിയില്ല. നീ എന്തിനാ എബിയുടെ പുറകെ നടക്കുന്നേ? അവൻ ഒരുപാട് നിന്നെ വേദനിപ്പിച്ചില്ലേ? നീ എന്തിനാ ഇതൊക്കെ സഹിക്കുന്നേ? നിനക്ക് അവനെ വിട്ട് പൊയ്ക്കൂടെ? പെട്ടെന്ന് അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അതിനാണോ കഴിഞ്ഞ 15 വർഷം ഞാൻ അവനെ കാത്തിരുന്നേ? ആ വാക്കുകൾ എല്ലാവരിലും ഒരു ഷോക്കായി മാറി. 15 വർഷം? അപ്പോൾ നിനക്കവനെ നേരത്തെ അറിയോ? നിങ്ങൾ കരുതുന്നത് പോലെ അവൻ്റെ പേര് എബി എന്നല്ല. അവൻ്റെ കൂടെയുള്ളത് അവൻ്റെ പേരൻസും അല്ല. നീ എന്തൊക്കെയാടി പറയുന്നേ? പറയാം, ഞാനെല്ലാം പറയാം. രാജഗിരി എന്ന വലിയ ഗ്രാമത്തിലെ തലവനായിരുന്നു രാജദേവവർമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീദേവിയും. അദ്ദേഹം അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ദൈവം തന്നെയായിരുന്നു. അവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ആ കുടുംബം ജീവിച്ചത് തന്നെ. അവരുടെ ഒരേ ഒരു ഓമനപുത്രനാ നിങ്ങൾ എബി എന്ന് പേരിട്ട് വിളിക്കുന്ന കാർത്തികേയൻ, എൻ്റെ കാർത്തി. എബിയുടെ അച്ഛൻ്റെ അനിയത്തിയാ എൻ്റെ അമ്മ സംഗീത. അച്ഛൻ വിശ്വനാഥൻ.
എന്നേക്കാൾ 3 വയസ്സ് മൂത്തതായിരുന്നു കാർത്തി. എനിക്കവർ കാർത്തിക എന്ന് പേരിട്ടു. അത് കാർത്തിയുടെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം തന്നെയായിരുന്നു. എനിക്ക് കാർത്തിയെയും കാർത്തിയെ എന്നെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു നേരം പോലും ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല. കാർത്തി എന്നെ കാർത്തു എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഒരു ഉത്സവ ദിവസം വലിയൊരു ദുരന്തമുണ്ടായി. അതിനുശേഷം ഞാൻ പിന്നെ ആരെയും കണ്ടിട്ടില്ല. ഞാനൊരു അനാഥാലയത്തിലാണ് വളർന്നത്. അങ്ങനെ ഞാൻ +2 പഠിക്കുമ്പോഴാണ് ഒരങ്കിൾ എന്നെ കാണാൻ വന്നത്. അദ്ദേഹമായിരുന്നു എന്നെ ആ അനാഥാലയത്തിലാക്കിയതെന്നും കാർത്തിയുടെ മാതാപിതാക്കളും എൻ്റെ മാതാപിതാക്കളും അന്ന് തന്നെ മരണപ്പെട്ടതെന്നും ഞാൻ അറിഞ്ഞത്. ആ അങ്കിളാ എന്നോടെല്ലാം പറഞ്ഞത്. എന്നാൽ കാർത്തി ജീവനോടെ ഉണ്ടെന്നും അവൻ നിനക്കുള്ളതാണെന്നും പറഞ്ഞു. അങ്ങനെ ഒരുപാട് പരിശ്രമത്തിന് ശേഷം ഞാൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് വന്നു. ഇത്ര കാലം കാത്തിരുന്നത് കൊണ്ടാവാം വന്ന ദിവസം തന്നെ എബി എൻ്റെ കാർത്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതും ഈ ചരടിലൂടെ. പിന്നെ ഞാൻ അവൻ്റെ നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്നു. അവനോടെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. നീ എന്താ ഈ പറയുന്നേ? സത്യമല്ല അവ അറിയട്ടെ. പിന്നെ നിനക്കും ആരാ ഉള്ളത്? വേണ്ട, ഇപ്പോൾ കാർത്തി ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ അവൻ്റെ ജീവിതത്തിൽ വേണ്ട. ഞാൻ പോവാ എന്നേക്കുമായി. ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കില്ല എന്നും പറഞ്ഞ് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ എന്നിൽ നിന്ന് നഷ്ടമായതുപോലെ അവൾ ആവേശത്തോടെ എന്തോ തിരഞ്ഞു. എൻ്റെ ഡയറി അതെവിടെ? ഡയറിയോ? അത് ഞങ്ങൾ കണ്ടില്ല. അതെനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. അതൊരിക്കലും എബി കാണാൻ പാടില്ല. അതിലെല്ലാം ഉണ്ട്. നീ ടെൻഷൻ ആവണ്ട, അത് ഞാൻ കണ്ടുപിടിച്ച് തരാം എന്നും പറഞ്ഞ് അക്ഷയ് അവൾ പറഞ്ഞ സ്ഥലത്തെത്തിയതും ആ കാഴ്ച കണ്ട് അവൻ അവിടെ നിന്നു. ഡാ എബി. എബി നിറഞ്ഞ കണ്ണുകളോടെ ആ ഡയറിയിൽ നിന്നും പതിയെ തല ഉയർത്തി. ഡാ, ഇതൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. നിനക്കറിയോ, ഓർമ്മ വെച്ച നാൾ മുതലേ ഒരാൾക്ക് വേണ്ടിയാ ഞാൻ കാത്തിരുന്നേ. അതെൻ്റെ കാർത്തുമായിരുന്നു. പക്ഷെ എൻ്റെ അരികിലുണ്ടായിരുന്നിട്ടും അവൾ എൻ്റെ മുമ്പിലുണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോടാ. അപ്പോൾ ജോണങ്കിൾ? എനിക്കറിയാടാ, അവരെൻ്റെ അച്ഛനും അമ്മയല്ലെന്ന്. എന്നാലും ഞാൻ അവിടെ പിടിച്ചു നിന്നത് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും മരിച്ചതും എൻ്റെ കൺമുന്നിൽ വെച്ചാ. പിന്നെ ജീവിച്ചത് തന്നെ എൻ്റെ കാർത്തൂന് വേണ്ടിയാ. എന്നിട്ടും ഞാൻ അവളെ എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ തന്നെ എന്നോട് തന്നെ ദേഷ്യം തോന്നുക. ഡാ, അവളെവിടെടാ? എനിക്ക് അവളെ കാണണം. എത്ര കാലം അവളെ തനിച്ചാക്കിയിരുന്നു. ഇനി അവളെ ഞാൻ ഒറ്റക്കാക്കില്ല. ഞാനുണ്ട് എന്നും കൂടെ. എടാ, എനിക്കവളെ വേണം. നീ കരയല്ലടാ, നീ പേടിക്കണ്ട. അവളവിടെ സേഫാ. വാ, നമുക്ക് പോവാം. പെട്ടെന്ന് അക്ഷയ്ക്കൊരു കോള് വരുന്നു. അവൻ അതെടുത്തു. അതിൽ കേട്ട കാര്യം അറിഞ്ഞ് അക്ഷയ് വെപ്രാളത്തോടെ എബിയെ ഒന്ന് നോക്കി. എന്താടാ, എന്താ? കാർത്തിക. കാർത്തു? അവൾക്കെന്താ പറ്റിയേ? അവളെ ആരോ കിഡ്നാപ്പ് ചെയ്തതെന്ന്. കിഡ്നാപ്പോ? ആര്? ഇനി ആര്യാ? നോ, അവളാവില്ല. കാരണം ഞങ്ങൾ തമ്മിൽ അകലമെന്നേ അവൾ വിചാരിച്ചിട്ടുള്ളൂ. ഇത് വേറെ ആരോ ആണ്. പെട്ടെന്ന് പുറകിൽ നിന്നും അവനെ ആരോ വിളിച്ചു. അവൻ ആവേശത്തോടെ തിരിഞ്ഞു നോക്കി. മോനെ, ഞാൻ ആരാണെന്നുള്ളത് ഞാൻ പറയാം. ആദ്യം കാർത്തു. അവളെ നീ രക്ഷിക്കണം. അവളാരാ? എനിക്കറിയാം അതാരാ ചെയ്തതെന്ന്. സത്യത്തിൽ അവരിൽ നിന്നും അവളെ ഞാൻ ഒളിപ്പിക്കുകയായിരുന്നു. അയാൾ തന്നെയാ നിങ്ങളെ കുടുംബത്തെ ഇല്ലാതാക്കിയേ. അവരെ വെറുതെ വിടരുത് മോനെ. എൻ്റെ കുടുംബം? കാർത്തു? ഇല്ല, ഒരാളെയും ഞാൻ വെറുതെ വിടുകയില്ല. എൻ്റെ കാർത്തുവിനൊന്നും വരാനും ഞാൻ സമ്മതിക്കില്ല. അവൻ ഒരുപാട് ശ്രമത്തിലൂടെ കാർത്തു എവിടെയാണെന്ന് അവൻ കണ്ടുപിടിച്ചു. ഡി, നീ ഇത്ര കാലം എന്നിൽ നിന്ന് ഒളിച്ചു. ഇനി നിനക്ക് രക്ഷയില്ല. നിന്റെ കുടുംബത്തെ കൊന്ന പോലെ നിന്നെയും ഞാൻ കൊല്ലും. അതിന് നീ ഒന്നും കൂടെ ജനിക്കണം. ഈ കാർത്തികൻ ജീവിച്ചിരിക്കുന്ന കാലം അവളെ നീ തൊടൂല്ല. നീ ഇവിടെ നിന്ന് ജീവനോടെ പോകുകയില്ല. ഇതാരി കാർത്തികേയനോ? കൊള്ളാം, നിന്റെ അച്ഛൻ്റെ പോലെ തന്നെ ചോരത്തിളപ്പൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ പോലെ ഒരാൾ കൂടി ഉണ്ടെന്ന്. ഇവളെ കൈകാര്യം ചെയ്തിട്ട് അങ്ങ് വരാമെന്ന് കരുതിയതാ. അതെന്തായാലും നന്നായി. അങ്ങോട്ട് ഒരുപാട് അന്വേഷിക്കേണ്ടി വന്നില്ലല്ലോ. നീ ആയിട്ടിങ്ങ് വന്നല്ലോ. പക്ഷേ നിന്റെ അച്ഛനെയാ ഞാൻ പ്രതീക്ഷിച്ച്. മകൻ ഇറങ്ങുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും കൊള്ളാം, രണ്ടിനെ അങ്ങ് തീർത്തേക്കാം. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? എന്നെ നീ അങ്ങ് കൊന്നുകളയോ? എൻ്റെ അച്ഛനെയും? അതൊന്ന് കാണണമല്ലോ. നിന്നോട് സംസാരിച്ച് നിൽക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. സംസാരിക്കാം, നിന്റെ അവസാന ശ്വാസം വിടുമ്പോൾ യാത്ര പറയാൻ. അല്ലാതെ വേറൊരു വോയിസ് ഇവിടെ ഇല്ല. അങ്ങനെ വലിയൊരു ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നു. എന്നാൽ കാർത്തികയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ കാർത്തികയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു. ഒക്കെ തീർത്ത് കാണിച്ചു തരാം. ഇത് സിമ്പിളാടാ, ഇങ്ങനെ അങ്ങ് വെക്കുക. ഒരു ചാമ്പങ്ങ് ചാമ്പ്. അങ്ങനെ ഒരുപാട് നേരത്തെ ഫൈറ്റിനൊടുവിൽ ശിവയെ അവ ഇല്ലാതാക്കുന്നു.
നീ പേടിക്കണ്ട മോനെ, ഈ കുറ്റം അത് ഞാൻ ഏറ്റെടുത്തോളാം. പിന്നെ നിങ്ങൾ ജീവിക്കണം സന്തോഷമായി. അവളെ നീ പൊന്നുപോലെ നോക്കണം, അതേ എനിക്ക് പറയാനുള്ളൂ. നാഗം മാണിക്യത്തിന് കാവലിരിക്കുന്നത് പോലെ ഈ കൈകളിൽ അവൾ സുരക്ഷിതയായിരിക്കും എന്നും. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ നനഞ്ഞ കവിളിൽ ഒന്ന് തൊട്ടു. വേണ്ട, ഇനി നീ കരയരുത്. നിന്റെ ഓരോ കണ്ണീരും എൻ്റെ നെഞ്ചിൽ ഓരോ വില്ല് കയറുന്നത് പോലെയുണ്ട്. നിന്നോട് ക്ഷമ ചോദിക്കാനുള്ള യോഗ്യത പോലും എനിക്കറിയില്ല. എന്നാലും ചോദിക്കുക. പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ എൻ്റെ മരണം വരെ. സ്നേഹിച്ച് വീട്ടിക്കൊള്ളാം കടങ്ങളൊക്കെ. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് കഴിയില്ല. ഒരേ ഒരു ചാൻസ് തന്നൂടെ എനിക്ക് എൻ്റേത് മാത്രമാകാൻ, ഈ കാർത്തൂൻ്റെ കാർത്തികനാവാൻ. ഈ കാർത്തു എന്നും കാർത്തിയുടെ അല്ലാതെ വേറെ ആരുടെ ആവാനാ? നീ എൻ്റെ മായ, എൻ്റേത് മാത്രം. ഈ ലോക സാക്ഷിയാക്കി ഞാൻ പറയാ, ഈ കാർത്തികയെന്നും ഈ കാർത്തികേയൻ്റെ മാത്രമായിരിക്കും. ഇത് ഞാൻ എൻ്റെ കുടുംബത്തിനും ഈ പ്രപഞ്ചത്തിനും നൽകുന്ന വാക്കാ, സത്യമുള്ള വാക്ക്. കണ്ണാ, കണ്ണാ, ഇവൻ ഇതെവിടെ പോയി കിടക്കുക? അതെങ്ങനെയാ? അച്ഛൻ്റെ തനി പകർപ്പല്ലേ, വിളിച്ചാലും കേൾക്കില്ല. കണ്ണാ. എന്നാ കാർത്തു, നീ രാവിലെ തന്നെ ഒന്ന് ഉറങ്ങായിരുന്നു, അതും നശിപ്പിച്ച്. രാത്രി ഉറങ്ങാൻ സമ്മതിക്കൂല. ആഹാ, അത് കൊള്ളാലോ. ഞാൻ പറഞ്ഞോ രാത്രി ഉറങ്ങണ്ടാന്ന്? അതിനെങ്ങനെയാ? കൊഞ്ചി കഴിഞ്ഞ് സമയം വേണ്ടേ? കൊഞ്ചല്ലാതെ നീ അടുക്കുന്നില്ലല്ലോ. ദേ, അല്ലെങ്കിലേ എനിക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. മാറി അങ്ങോട്ട് കൊഞ്ചാതെ. എന്താ അമ്മ വിളിച്ചേ? നീ എവിടായിരുന്നടാ? എത്ര നേരമായി വിളിക്കുന്നു. അത് ഞാൻ കളിക്കായിരുന്നു. കണ്ടില്ലേ പാവൻ്റെ മോൻ. നീ പോയി കളിച്ചോടാ, നിന്റെ അമ്മയെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ അച്ഛാ. ഡാ കണ്ണാ, നീ ഒന്ന് വെറുന്നിരുന്നേ. അത് കളിച്ചോട്ടടി. നീ അതിന് കളിക്കാൻ ഒരാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിനും സമ്മതിക്കുന്ന, പിന്നെ എന്ത് ചെയ്യാനാ പാവം. എന്നാ അവനോട് പോയി പറഞ്ഞേക്ക് അങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന്. ഏ, സത്യമാണോ നീ പറയുന്നേ? ഓ മൈ ഗുഡ്നസ്. അതേ കാർത്തി, സത്യ. എൻ്റെ കാത്തു, താങ്ക് യു സോ മച്ച്. ലവ് യു.